ചൈന പാക് ഒത്തുകളി തിരിച്ചറിയണമെന്ന് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. ചൈനയിൽ നിർമ്മിച്ച ആയുധങ്ങളാണ് പാകിസ്ഥാൻ ഭീകരർ ഉപയോഗിക്കുന്നത്. സൈബർ രംഗത്തും അല്ലാതെയും വലിയ വെല്ലുവിളികളാണ് ചൈന നേരിടുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കരസേനാ മേധാവി ഇക്കാര്യം പറഞ്ഞത്. 2018 മുതലുള്ള കണക്കുകൾ ഭീകരാക്രമണത്തിൽ 83% കുറവ് വന്നു. ഭീകരപ്രവർത്തനത്തിന് യുവാക്കൾ റിക്രൂട്ട് ചെയ്യുന്നതും വൻതോതിൽ കുറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപിക, ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഭാരതത്തിന്റെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. അതായത് ചൈനയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന ഒത്തുകളിയെ നമ്മൾ വളരെ ഗൗരവമായി കാണണം എന്ന സന്ദേശം അദ്ദേഹം നൽകുകയായിരുന്നു. കാരണം പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന പല ആയുധങ്ങളും, പ്രത്യേകിച്ച് തോക്കുകൾ മുതൽ മറ്റ് അത്യാധുനിക ആയുധങ്ങൾ വരെ കൈമാറുന്നത് ചൈനയാണ്. അതിനാൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ധാരണ അത് വളരെ ശക്തമായി തന്നെ ഇപ്പോഴും പ്രകടമാണ് എന്നാണ് കരസേനയുടെ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം ജമ്മു കാശ്മീരിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെപ്പറ്റി കൂടി പരാമർശിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ജമ്മു കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനം ഏതാണ്ട് 86% കുറഞ്ഞിരിക്കുന്നു. 2018 മുതലുള്ള കണക്കുകളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുന്ന ചരിത്രം നമുക്കറിയാം. അപ്പോൾ അതിന് മുൻപ് ഏതാണ്ട് 1 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റെപ്പുകൾ കേന്ദ്ര സർക്കാർ എടുത്തിരുന്നു. അതിനാൽ 2018 മുതൽ ജമ്മു കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ കുറഞ്ഞിരിക്കുന്നു, ഭീകരാക്രമണം കുറഞ്ഞിരിക്കുന്നു. 86% കുറവ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ നേട്ടമാണ് എന്നാണ് കരസേന മേധാവി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഈ അഫ്സ്പ, അതായത് പ്രത്യേക സൈനിക നിയമം നമുക്കറിയാം ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെയും ചില ഭാഗങ്ങളിലുണ്ട്. അത് ജമ്മു കാശ്മീരിൽ പൂർണ്ണമായി തന്നെ പിൻവലിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് അവിടെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നാണ് കരസേനാ മേധാവി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അഫ്സ്പ പ്രയോഗിച്ചിരിക്കുന്ന ജില്ലകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നാഗാലാൻഡിലും അസം പോലെയുള്ള ചില സംസ്ഥാനങ്ങളുടെ വളരെ ചുരുക്കം ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ പ്രത്യേക സൈനിക നിയമമുള്ളത്. അതായത് വിഘടനവാദവും അതോടൊപ്പം തന്നെ ഭീകരവാദവും കുറയുന്നു എന്നതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് അഫ്സ്പ പിൻവലിക്കുന്നത്. ജമ്മു കാശ്മീരിലും ഈ പ്രത്യേക സൈനിക അധികാരം പിൻവലിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ പോകുന്നു. അതായത് വളരെ പെട്ടെന്ന് പിൻവലിക്കുന്നു എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, മറിച്ച് ഈ അഫ്സ്പ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പൂർണ്ണമായി ജമ്മു കാശ്മീരിൽ പിൻവലിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ മാറുന്നുണ്ട് എന്നാണ് നിലവിൽ കരസേനാ മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം ഈ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ്. പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഇപ്പോഴും വളരെ ശക്തമായ ധാരണയുണ്ടെന്നും അത് വളരെ ഗൗരവമായി തന്നെയാണ് നമ്മുടെ രാജ്യം നോക്കിക്കാണുന്നതെന്നും പാകിസ്ഥാന്റെ ഭീകരവാദികൾ, പ്രത്യേകിച്ച് ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ പോലെ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും പിന്നീട് അതിർത്തിയിലൂടെ ഇസ്ലാമിക ഭീകരവാദികളെ നുഴഞ്ഞു കയറ്റിവിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ആയുധവും അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തികമായുള്ള സഹായങ്ങളെല്ലാം ചൈനയാണ് ഇപ്പോഴും നൽകുന്നത് എന്ന സന്ദേശമാണ് ഒരിക്കൽ കൂടി നമ്മുടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഈ അഭിമുഖത്തിനകത്ത് വ്യക്തമാക്കുന്നത്. ഗോപിക.